ജയേട്ടൻ എന്ന് ഏട്ടൻ ചേർത്ത് പറയുമെങ്കിലും ജയേട്ടൻ ഞങ്ങൾ സിംഗേഴ്സിൻ്റെയൊക്കെ ഒരു സുഹൃത്തുമായിരുന്നു, ഒരു ഗുരുവായിരുന്നു, അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തോ ഒക്കെ തന്നെയാണ് കണ്ടിരുന്നത്. പലപ്പോഴും അദ്ദേഹം ഇതെല്ലാമായിരുന്നു ഒരേ സമയത്ത് തന്നെ. ഞങ്ങളുടെ പല പാട്ടുകളൊക്കെ കേട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ അദ്ദേഹം അത്രത്തോളം ഒരു സീനിയോറിറ്റി കാണിക്കാതെ നമ്മുടെ അടുത്ത് നിന്ന് പെരുമാറിയിട്ടുള്ളൊരു മാന്യദേഹമാണ് നമ്മുടെ ജയേട്ടൻ. നമുക്കറിയാം ജയേട്ടന് കുറച്ച് നാളായിട്ട് വയ്യാതിരിക്കുകയായിരുന്നു. ആ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എന്നാൽ പോലും ഇത് കുറച്ച് നേരത്തെ ആയില്ലേ എന്നുള്ളൊരു സങ്കടമാണ്. കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പാടിയിരുന്നു. കഴിഞ്ഞ മാസമൊക്കെ റെക്കോർഡിങ്ങിനൊക്കെ അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി രോഗം ഭേദമാവുകയായിരുന്നെങ്കിൽ സിനിമയിലും അദ്ദേഹം സജീവമായിരുന്നേനെ. പക്ഷേ അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ തീരൂ. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആഗ്രഹിച്ച പ്രകാരം ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിന് പാടുവാനും അല്ലെങ്കിൽ ഈ അടുത്ത് വരെ അദ്ദേഹത്തിന് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പാടാൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എപ്പോഴും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു റെക്കോർഡിംഗ് ആണെങ്കിലും ശരി, സ്റ്റേജ് ഷോ ആണെങ്കിൽ ശരി, അതല്ലാതെ ഒരു സുഹൃത്ത് സംഗമമാണെങ്കിൽ പോലും എപ്പോഴും പാടുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടാണെങ്കിലും മറ്റുള്ളവരുടെ പാട്ടാണെങ്കിലും അതൊരു ഫീമെയിൽ സോങ്സ് ആണെങ്കിലും അദ്ദേഹം പാട്ട് പാടി മറ്റുള്ളവരെ രസിപ്പിക്കുക എന്നുള്ളതായിരുന്നു ജയേട്ടൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടവിനോദം. എന്തായാലും ദൈവം അത് അദ്ദേഹത്തിന് നൽകിയെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഈ വേദനയുടെ ലോകത്തുനിന്ന് ദൈവം അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി എന്ന് നാം വിചാരിച്ചാൽ മതി എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. എങ്ങനെയാണ് ഈ ആദ്യകാലങ്ങളിൽ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടാൻ കിട്ടുന്ന ഒരു അവസരം? ഒരുപക്ഷെ അങ്ങൊക്കെ എൻട്രി ചെയ്യണ സമയത്ത് അദ്ദേഹം ഇങ്ങനെയല്ലേ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ പുതിയ ആളുകളെ എങ്ങനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഇവരോട് നമ്മളെങ്ങനെ ഒന്ന് ആദ്യം അപ്രോച്ച് ചെയ്യുമെന്നുള്ള ഒരു വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്ന കാലമാണല്ലോ. അന്നൊക്കെ എങ്ങനെയാണ് അദ്ദേഹം, ഇപ്പോൾ നേരത്തെ രവിയേട്ടനൊക്കെ ശ്രീ രവി മേനോനൊക്കെ സൂചിപ്പിച്ചു, പല ആളുകളെയും മിൻമിനി അടക്കം പലരെയും ഈ സംഗീത ലോകത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന അല്ലെങ്കിൽ അവരെ അവിടെ പിടിച്ചു നിർത്തിയത് പലപ്പോഴും പി ജയചന്ദ്രൻ്റെ ഇടപെടലാണ്. പക്ഷെ അദ്ദേഹം അതൊന്നും ഒരിടത്തും പറഞ്ഞായിട്ട് നമ്മളും കേട്ടിട്ടില്ല. എങ്ങനെയാണ് ആ ഒരു ഓർമ്മകളൊക്കെ? തീർച്ചയായിട്ടും. കാരണം ജയേട്ടൻ ഞാനായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആദ്യം കാണുന്നത് 93 സമയത്താണ്, 93 കാലഘട്ടങ്ങളിലാണ്. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് പാടുന്നത് ദേവരാജ മാസ്റ്ററുടെ ഒരു വർക്കാണ്, സിനിമയായിരുന്നു, തീരം തേടുന്ന തിരകൾ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് കർമ്മ എന്ന സിനിമയിൽ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. ആദ്യത്തെ കൺമണി എന്ന സിനിമയിൽ ഒരുമിച്ച് ഒരു മെയിൽ യുഗ്മഗാനം പാടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റേജ് ഷോസ് അദ്ദേഹമായിട്ട് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അദ്ദേഹമായിട്ട് അടുത്ത് പെരുമാറുവാനും അദ്ദേഹത്തിൻ്റെ ഒരുപാട് എന്താ പറയുക അഡ്വൈസൊക്കെ കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വേറൊരു സവിശേഷത പറയുകയാണെന്നെങ്കിൽ, നമ്മളേതെങ്കിലും നല്ല പാട്ടുകൾ സിനിമയിൽ പാടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിളിച്ച് പറയാനൊക്കെയുള്ളൊരു വലിയൊരു മനസ്സ് അദ്ദേഹം കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് ഞാൻ സത്യം ശിവം സുന്ദരം സിനിമയിൽ സൂര്യനായി തഴുകി എന്നുള്ള പാട്ട് പാടിയപ്പോഴും, ഇപ്പോൾ ഈ അടുത്ത് ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിൽ ദൂരെ ദൂരെ എന്നുള്ള പാട്ട് പാടിയപ്പോഴൊക്കെ അദ്ദേഹം ആ പാട്ട് കേട്ട് അത് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നീ നന്നായിട്ട് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. പിന്നെ ഒരുപാട് വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളൊരു ആളായിരുന്നു ജയേട്ടൻ. എൻ്റെ ഈ വീട്ടിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എൻ്റെ ലൈഫിൽ ഇതേപോലെ തന്നെ ഒരു ട്രാജഡി, എൻ്റെ വൈഫിന് ഇതേ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വൈഫിനെ വിളിച്ച് ആശ്വസിപ്പിക്കുന്ന കാര്യത്തിലും ജയേട്ടൻ സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം എനിക്ക് ഇങ്ങനെ ഓർമ്മയിൽ വരികയും എൻ്റെ ലൈഫിൽ എനിക്കതൊന്നും മറക്കാൻ സാധിക്കില്ല. അപ്പോൾ ജയേട്ടൻ അത്രത്തോളം ഞാനും അല്ലെങ്കിൽ എൻ്റെ കുടുംബവുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സംഗീതജ്ഞൻ എന്നതിലുപരി ഒരു വ്യക്തിയാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഗായകനെന്ന് അദ്ദേഹത്തെ നിശേഷം നമുക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹം വന്ന കാലഘട്ടങ്ങൾ, അല്ലെങ്കിൽ നസീർ സാറും സത്യം മാഷ്ട കാലഘട്ടം മുതൽ ഇപ്പോഴത്തെ യുവതലമുറയിലെ നായകന്മാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ വോയിസ് മാച്ചായിരുന്നു, സ്യൂട്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്തൊരു വേറിട്ട് തോന്നില്ല, വളരെയധികം മാച്ചായിരിക്കും.
പിന്നെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ചേട്ടൻ അത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്. അദ്ദേഹം ശബ്ദത്തിന് വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിട്ട് എനിക്കറിയില്ല, അതെ അത് ഇപ്പൊ നേരത്തെ രവിയേട്ടനൊക്കെ സൂചിപ്പിച്ചാണ് അങ്ങ് ഒരു ഗായകനാണല്ലേ. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശബ്ദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ അതിനിങ്ങനെ നിലനിർത്താൻ അല്ലേ പല കാര്യങ്ങളും, പല ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, ചിലപ്പോൾ യാത്രകൾ ഒഴിവാക്കുക, അല്ലേ നമ്മുടെ ജീവിതത്തിലെ പല നല്ല നിമിഷങ്ങളും ഈ ശബ്ദത്തെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒട്ടുമേ ആയിരുന്നില്ല എന്നതൊരു അത്ഭുതമായിട്ട് തോന്നുന്നു. അതിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരു ഇങ്ങനെ ആയാൽ പോരെ എന്ന് തോന്നിയിട്ടുണ്ടോ, അതോ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന അത്ഭുതമായിരുന്നോ? അല്ല, അദ്ദേഹം പറഞ്ഞത് നമ്മൾ അതേപോലെ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുള്ളൊരു വരദാനമാണ് ആ ശബ്ദവും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കെയർലെസ് ആയിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അവസാന കാലഘട്ടങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് സൂക്ഷിച്ചിരുന്നു എന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, അതിപ്പോൾ റെക്കോർഡിങ്ങിന് വന്നാൽ പോലും, റെക്കോർഡിങ് കഴിഞ്ഞിട്ടാണെങ്കിലും റെക്കോർഡിങ്ങിന് മുമ്പാണെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അവസാന കാലഘട്ടങ്ങളൊക്കെ അദ്ദേഹം വെജായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിക്കുക, അതിനൊപ്പം നർമ്മങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രസിച്ചിരിക്കുക. എന്നിട്ടായിരിക്കും ചില റെക്കോർഡിങ്ങിനൊക്കെ അദ്ദേഹം സ്റ്റുഡിയോയിൽ ബൂത്തിൽ കയറുന്നത് തന്നെ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റ് പല ഗായകരുടെ പാട്ടുകളൊക്കെ അദ്ദേഹം പാടുക, അതൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു എപ്പോഴും പാടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ചേട്ടൻ്റെ ആഗ്രഹം. അത് ഏത് മേഖല, ഏത് മീഡിയം ഉള്ളതല്ല, മറിച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് കുറേ പാട്ടുകളൊക്കെ പാടി ഇരുന്ന് നമ്മുടെ പാട്ടിൽ കേൾക്കുക, അദ്ദേഹത്തിൻ്റെ പാട്ട് നമ്മളെ പാടി കേൾപ്പിക്കുക. അങ്ങനെ പാടി ജീവിതം രസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജയേട്ടൻ.